അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് നിർവാണ അയോണിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വന്നത്. 2299 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്ത് ബൈങ് ആകുമായിരുന്നു. എപ്പോഴെന്നറിയോ, ഇതിനകത്തൊരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വേണമായിരുന്നു, കൂടാതെ വെയറിംഗ് കംഫർട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എങ്കിൽ. എന്നാൽ 1500 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാം. 1500 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു നിർവാണ അയോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 100% എഴുതി വെച്ച് തരാം, നിങ്ങൾക്കത് വർത്താണ്. കാരണം മ്യൂസിക് ക്വാളിറ്റി മറ്റുള്ള ഇവരുടെ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകൾ കേട്ട് നോക്കിക്കേ, മ്യൂസിക് ക്വാളിറ്റി ഒന്നുമില്ല. അതിൻ്റെക്കാളും ഫാർ ബെറ്റർ ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മ്യൂസിക് ക്വാളിറ്റി എന്നുള്ളൊരു വേറൊരു സംശയമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റിയൽമി T300 ആണോ അതല്ല നിർവാണ അയോണോ ബെറ്റർ എന്നുള്ളത്. ഞാൻ പറയുന്നത് മോർ ആ ഒരു വെയറിംഗ് കംഫർട്ട്, കൂടാതെ കുറച്ചുകൂടി ഒരു പ്രീമിയം ക്വാളിറ്റി, ആ ഒരു എന്താ പറയുക ആ ഒരു ഔട്ട്പുട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു T300 ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ബേസ് ഭയങ്കര ഇട്ടിയുള്ളതാണ് വേണ്ടത്, ഒരു ജില്ലായിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നിർവാണ അയോൺ ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കംഫർട്ടിന്റെ കാര്യം ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ ചെവികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കംഫർട്ട് ഡിസ്കംഫർട്ട് ആയിട്ട് മാറിയേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് നിർവാണ അയോണിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. Bye-bye.